മമ്മൂട്ടി ലാലേട്ടനോട് കാട്ടിയ ചതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മലനാടൻ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓ സൂപ്പർ ഹിറ്റാണ് കേട്ടോ, ഭയങ്കര ഹിറ്റായിട്ട് പോയിട്ടുണ്ട്. മലയാളികളുടെ കുഴപ്പം പറഞ്ഞുകൊണ്ട് വരുന്ന ലാലേട്ടനെ പുകഴ്ത്തി ഊക്കി തള്ളിയിരിക്കുകയാണെന്നാണ്. സത്യത്തിൽ ഇയാൾ പറയണത് കേട്ടാ എനിക്ക് തോന്നിയത് ലാലേട്ടനെ എടുത്തു വെച്ചങ്ങ് ഉടുത്തു എന്നാണ്. ഏതായാലും കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. പറയടാ. സത്യത്തിന് മുഖം വികൃതമായതുകൊണ്ട് തന്നെ അവർ സത്യം പറയാൻ നിർബന്ധിതരായാലും എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കും. നിരന്തരം സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടിലാണ് മോഹൻലാൽ എന്ന സത്യം നമുക്ക് പറയാൻ ഭയമാണ്. നമുക്ക് മമ്മൂട്ടിയും മോഹൻലാലും എന്ന് പറയാനേ കഴിയൂ. മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയാൻ സാധ്യമല്ല. ഒന്നാം സ്ഥാനം ആർക്കെ എന്ന് ചോദിച്ചാൽ മോഹൻലാലിനെ എന്ന് പറയാൻ നമുക്ക് പേടിയാണ്. മോഹൻലാലിനും മമ്മൂട്ടിക്കും എന്നും നമ്മൾ പറയും. ഞാനിത് പറഞ്ഞതിന്റെ പേരിൽ ഇപ്പൊ തന്നെ കുറച്ചു വരേണ്ടതാണ്. മോഹൻലാൽ നായരും മമ്മൂട്ടി മുസ്ലിമുമായതുകൊണ്ട് വർഗീയവാദിയായ മറുനാടൻ ഷാജൻ വൃത്തികേട് പറയുന്നത് വെട്ടുക്കിളിക്കേട്ട പൊടി വരും. എനിക്ക് മമ്മൂട്ടിയോട് ഒരു എതിർപ്പുമില്ല. മമ്മൂട്ടി മഹാനായ നടനാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. മമ്മൂട്ടിയുടെ സൗന്ദര്യത്തിന് മുൻപിൽ മലയാളി എക്കാലത്തും മറ്റൊരു പകരക്കാരനെ കണ്ടെത്താൻ കഴിയാൻ വിഷമിക്കും. പക്ഷേ നടന വൈഭവത്തിന്റെ കാര്യത്തിൽ, താരപ്രഭയുടെ കാര്യത്തിൽ മോഹൻലാലിന് തുല്യം മോഹൻലാൽ മാത്രമാണ്. മമ്മൂട്ടി രണ്ടാമതേറ്റു എന്നതാണ് സത്യം. ഇതെല്ലാവർക്കും അറിയാം, ആരും സമ്മതിക്കില്ല എന്ന് മാത്രം. ഞാൻ ഇന്ന് രാവിലെയും സിനിമ ഇൻഡസ്ട്രിയിലെ ചില പ്രമുഖരെ വിളിച്ചിട്ട് പ്രതിഫലത്തെ കുറിച്ച് ചോദിച്ചു. മോഹൻലാലിന്റെ ഒരു സിനിമയുടെ പ്രതിഫലം 25 കോടി രൂപയാണ്. 25 കോടി രൂപ, ഇതൊന്നും കണക്കിൽ കാണില്ല. അതേസമയം മമ്മൂട്ടിയുടെ ഒരു സിനിമയുടെ പ്രതിഫലം 15 കോടിയാണ്. പക്ഷെ മമ്മൂട്ടിയുടെ വക്താക്കൾ പറയുന്നത് ഈ 15 കോടി പ്ലസ് അതിനോടൊപ്പം മമ്മൂട്ടിക്ക് ചില ഡീലുകൾ കൂടി ഉണ്ടാവുന്ന, സിനിമയുമായി ബന്ധപ്പെട്ട വിതരണമോ ഓവർസീസ് റൈറ്റ് അങ്ങനെ എന്തെങ്കിലും ഡീല് കൂടി ഉണ്ടാവുന്ന. അങ്ങനെ വന്നാലും മമ്മൂട്ടിയുടെ പ്രതിഫലത്തെക്കാൾ കൂടുതലാണ് മോഹൻലാലിന്റെ പ്രതിഫലം. അതുകൊണ്ടാണ് ഇതാണ് തലയ്ക്ക് സുഖമില്ലാത്തവൻ വാർത്ത വായിച്ചാൽ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരും. എടോ പൊട്ട, നമ്മൾ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ സിനിമയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് പോലെയാണ് അതിൻ്റെ ഡീലിംഗ് കൂടെ ഏറ്റെടുക്കുന്നത്. അതായത് അത് വിറ്റ് കിട്ടുന്ന വരുമാനത്തിലെ തുക മതി എനിക്ക് എന്നും ഒരു സ്പെസിഫിക് എമൗണ്ട് എൻ്റെ പ്രതിഫലമായിട്ട് തരികയും അതിൽ ബാക്കി വരുന്ന ആ 10 കോടി അത് അതിൻ്റെ വിപണനത്തിൽ കൂടെ കിട്ടുന്ന എമൗണ്ടിൽ മതി എന്ന് പറയുന്നത് ഏറ്റവും നല്ല സിൻസിയോറിറ്റിയാണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ മോഹൻലാലിനേക്കാൾ എത്രയോ പടി മുകളിലാണ് മമ്മൂട്ടി. ഞാൻ മമ്മൂട്ടി ഫാനല്ല, ആദ്യമേ തന്നെ പറയാം. ഇതിന് താഴെ വന്നിട്ട് ചട്ടുകാലം മമ്മൂട്ടി എന്നൊന്നും പറഞ്ഞ് കമൻറ്റ് എഴുതി വെച്ചിട്ടൊന്നും ഒരു പ്രയോജനമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനല്ല. അതിൻ്റെ കാരണം പുള്ളിയുടെ സ്ത്രീകളെയൊന്നും അദ്ദേഹം പബ്ലിക്കിൽ കൊണ്ടുവരാനോ അവരെ ജോലിക്ക് വിടാനോ ഒന്നും തയ്യാറാകാത്ത ദേഷ്യം എനിക്കുണ്ട് തന്നെയാണ്. ഇനി മകളുടെ കേസൊന്നും ഞാൻ പറയുന്നില്ല, ഭാര്യയുടെ കേസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മമ്മൂട്ടിയോട് വലിയ സ്നേഹമൊന്നുമില്ല. പക്ഷെ മമ്മൂട്ടിയെ മോഹൻലാലും വെച്ച് കമ്പാരിസൺ നടത്തുമ്പോൾ ചില കമ്പാരിസൺ തിരിച്ച് അങ്ങോട്ട് നടത്തണം. വാസ്തവത്തിൽ ഇയാൾ എടുത്തു വെച്ച് ഊക്കുകയാണ് ചെയ്യുന്നത്. പോകെ പോകെ നിങ്ങൾക്ക് മനസ്സിലാവും. 1-2 എക്സാമ്പിൾസ് പറയാം. മമ്മൂട്ടിയുടെ പേരിൽ എന്താണ് കേസുള്ളത്? ഒരു കേസുണ്ട്. ഇന്ദുലേഖ സോപ്പ് തേച്ച് കുളിച്ചാൽ വെളുക്കും എന്ന് പറഞ്ഞു. വെളുക്കും എന്ന് പറഞ്ഞ ഇടത്ത് ഒരു പാവപ്പെട്ടവൻ കൊണ്ടുപോയി ഒരു കേസ് കൊടുത്തു. ഞാൻ തേച്ചിട്ട് എനിക്ക് വെളുത്തിട്ടില്ല, മമ്മൂട്ടി എന്ന ആള് എന്നെ ചതിച്ചു, ഞാൻ അയാളെ വിശ്വസിച്ചു, ഇന്ദുലേഖ സോപ്പ് വാങ്ങി, എനിക്ക് പ്രശ്നമായി എന്ന് പറഞ്ഞു. അടുത്ത നിമിഷം തന്നെ പുള്ളിയെ പോയി കണ്ടു, എനിക്കൊരു തെറ്റു പറ്റിയതാണ്, ഇത്ര രൂപ തന്ന് ഞാൻ ഈ നഷ്ടപരിഹാരം തന്ന് ഞാൻ ഇത് കോംപ്രമൈസ് ചെയ്യാം, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു റിക്വസ്റ്റ് ചെയ്തു. അതെ, അയാൾ അനുസരിക്കുകയും പൈസ വാങ്ങി അയാൾ അതങ്ങ് വിഡ്രോ ചെയ്ത് കൊടുക്കുകയും ചെയ്തു ആ കേസ്. അതിനുശേഷം ഇന്ദുലേഖ സോപ്പിന്റെ പരസ്യം എവിടെയും പിന്നെ കാണാനും പറ്റിയിട്ടില്ല. അതായത് ഉത്തരവാദിത്തപരമായ ഒരു കാര്യം പുള്ളി ചെയ്തു എന്നതിനുള്ളൊരു എക്സാമ്പിളാണ് ആ കേസ്. ഇപ്പുറത്തുള്ളവനിക്കുള്ള കേസുകൾ എന്തൊക്കെയാണ്? രാജ്യദ്രോഹപരമായ കുറ്റങ്ങളാണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഉത്തമ ഉദാഹരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കയ്യിൽ വെക്കാൻ പാടില്ലാത്ത വസ്തുവകകൾ വെക്കുകയും ആ വസ്തുവകകളിൽ കേസ് നേരിടുകയും ചെയ്തൊരു വ്യക്തിയാണ് മോഹൻലാൽ. എങ്ങനെ കേസ് തേച്ചുമാച്ച് കളഞ്ഞു എന്നുള്ളതും പ്രസക്തമാണ്. ഗവൺമെന്റിന്റെ സപ്പോർട്ടോടു കൂടി കോഷ് ചെയ്ത് കളഞ്ഞ കേസാണ് അദ്ദേഹത്തിനുള്ളത്. അതായത് പണം വാരി എറിഞ്ഞ് ചെലവാക്കി ഗവൺമെന്റുകളെ സ്വാധീനം ചെലുത്തിയാണ് പുള്ളിക്കാരൻ അത് സോൾവ് ചെയ്തത്. ഇപ്പുറത്ത് ആ തെറ്റ് മനസ്സിലാക്കി ആ തെറ്റിന് ഞാൻ ആവർത്തിക്കില്ല എന്ന് ഏറ്റുപറഞ്ഞ് അതൊരു സാധാരണക്കാരൻ കൊടുത്ത കേസായിട്ട് പോലും അവിടെ പോയി അവരെ കണ്ട് അത് കോംപ്രമൈസ് ചെയ്ത് മേൽക്കൊണ്ട് അത്തരം പരസ്യങ്ങളിൽ വരില്ല എന്ന് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞ് മാറി നിന്ന മഹത്വ വ്യക്തിത്വം എവിടെ കിടക്കും? ദാദാസാഹിബ് അവാർഡ് കിട്ടിയതിനെ റിലേറ്റ് ചെയ്തിട്ട് മോഹൻലാലിനെ പുകഴ്ത്തി വാനോളം കൊണ്ട് വെച്ച് കുറച്ച് കയ്യടി വാങ്ങിക്കുകയാണ് അങ്ങേരം കൂടി ചെയ്തിട്ടുള്ളത്. അപ്പം അതിനെതിരെ പറയണമെന്നേ ഉള്ളൂ, എനിക്ക് അതിനകത്ത് വേറെ ഒന്നുമില്ല. ഇന്ന് വരെ ഒരു സ്ത്രീക്കൊപ്പം വേറെ ഏതെങ്കിലും ഒരു ടേംസിൽ
നിങ്ങൾ മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ടോ? മമ്മൂട്ടിയുടെ പേരിൻ്റെ ഒപ്പം മറ്റൊരു സ്ത്രീയുടെ പ്രോബ്ലം ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? സരിത ലെവലുള്ള പെണ്ണുങ്ങൾക്ക് പണം കൊടുക്കുന്നു എന്ന ലെവലിൽ വരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു 100 അലിഗേഷൻ മോഹൻലാലിൻ്റെ പേർക്ക് വയ്ക്കാം. സ്ത്രീകളെ ഏത് കൺസിഡറേഷനാണ് നടത്തുന്നത് എന്നുള്ളത് വ്യക്തമാക്കി തരാൻ 1-2 ഉദാഹരണം കൂടെ പറയാം. അമ്മ സംഘടനയിലായിരുന്ന ഇയാള്, പ്രസിഡന്റ് ആയിരുന്ന ഇയാള് എന്താണ് ആ ഇരയ്ക്കൊപ്പം നിന്നുകൊണ്ട് ചെയ്തത്? ഇരയ്ക്കൊപ്പം നിന്നേയില്ല എന്നുള്ളത് വസ്തുത. പകരം ഇരകൾ അപ്പുറത്ത് പോയി മറ്റൊരു സംഘടന ഉണ്ടാക്കുമ്പോൾ അതിന് എത്രത്തോളം വേട്ട് വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചാടി കയറി വന്നവനാണ്. അത് മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ അതിലേക്ക് വന്ന അലിഗേഷനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പണം ചെലവാക്കുക മാത്രമല്ല, ആ അലിഗേഷൻ, അത് അലിഗേഷൻ എന്ന് തന്നെ പറയുന്നതാണ് നല്ലത്, ആ അലിഗേഷനെ ഫേസ് ചെയ്യാതെ പെട്ടെന്നൊരു ദിവസം ടപ്പേന്ന് ഇട്ടൂരി കളഞ്ഞിട്ട് ഇറങ്ങിപ്പോയ മഹത് വ്യക്തിയാണ് നിങ്ങൾ മഹത് വ്യക്തി എന്ന് പറയുന്നത്. ഇനി അഭിനയത്തിലേക്ക് വരാം. ഇത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, അത് വേണമെങ്കിൽ ഒന്ന് കേൾപ്പിക്കാം. അങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞത് പോലും അദ്ദേഹത്തിന്റെ സ്വന്തം സഹചാരി എപ്പോഴും കൂടെയുള്ള സമീർ ഹംസ ഈ വേഷത്തിലായിരുന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ അനിയന്റെ ഭാര്യ, അവളുടെ ഇളയ മകൾ കൈക്കുഞ്ഞുണ്ട്. ആ കൈക്കുഞ്ഞുമായിട്ട് നിൽക്കുന്ന കണ്ടപ്പോ മോളിവിടെ വന്ന് ഇരിക്കുമെന്ന് പറഞ്ഞ് ഇരുത്തി. അതാണ് മോഹൻലാലിന്റെ കരുതൽ. അത്രയും വലിയ നടനാണ്. ഇന്ന് ഞാൻ ശ്രീകാന്ത് കോട്ടയ്ക്കലിന്റെ ഒരു ലേഖനം വായിച്ചു. അദ്ദേഹം പറയുന്നു, മോഹൻലാൽ പറഞ്ഞിട്ടുള്ള കാര്യം അനുഭവം പറഞ്ഞിട്ടുണ്ടായി. അദ്ദേഹത്തിന്റെ സിനിമയല്ലാതെ മറ്റൊന്നും അറിയില്ല. 18ാമത്തെ വയസ്സിൽ തുടങ്ങിയ അഭിനയമാണ്. അഭിനയം നീണ്ടുപോകുന്നു. സിനിമയല്ലാതെ ഒന്നും അറിയില്ല. സിനിമയിൽ അദ്ദേഹം ക്യാമറയുടെ മുമ്പിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന് അറിയും. അദ്ദേഹം ശ്രീകാന്ത് കോട്ടയ്ക്കൽ പറയുക, ഒരിക്കൽ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങ് അകലേന്നൊരു ബസ് വരുന്നു. മോഹൻലാൽ പേടിച്ചു മാറി നിൽക്കുകയാണ്. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, അയ്യോ അതിന് വരാൻ സമയമെടുക്കും, നമുക്ക് പോകാം. ഇല്ല, ഞാൻ വരില്ല. പേടിയാണ്. ജീവിതത്തിലെ പല യാഥാർത്ഥ്യങ്ങളും അദ്ദേഹത്തിന് പേടിയാണ്. കാരണം അദ്ദേഹം അത്രമാത്രം ജീവിതം സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഇവ ഊക്കയല്ലേ ചെയ്യുന്നത്? എടോ, ഒരു കേണൽ പദവി ഹയർ ചെയ്ത് അല്ലെങ്കിൽ കേണൽ പദവി ഉപയോഗിക്കുന്ന, പദവി കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റിയാണ് താനീ പറയുന്നത്. അപ്പോൾ ഇയാളെ കൊണ്ടുവന്ന് പട്ടാളത്തിൽ ചേർത്ത് അവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ, 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഫൈറ്റിന്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയ ക്യാമറ വെച്ചില്ലെങ്കിൽ ഇങ്ങനെ വെടിവെക്കില്ല എന്നല്ലേ ഇവൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിനെ 8 നിലയിൽ ഊക്കി വിടുകയാണ് ഈ മലനാടൻ ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. മലനാടൻ പറയണെന്ന് പറഞ്ഞാൽ ക്യാമറ ഇല്ലെങ്കിൽ ഇയാൾക്ക് ഒന്നും പറ്റൂല എന്നുള്ള രീതിയാണ് ഈ പറഞ്ഞു വരുന്നത്. കുറച്ചുകൂടെ ഉണ്ട്. കുറെ നേരത്തിന് ശേഷം ബസ് കടന്നു പോയതിനു ശേഷം പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ എന്തേലും സമയം കളഞ്ഞു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോഹൻലാൽ പറഞ്ഞു, അത്രേ, നീ ഒരു കാര്യം ചെയ്യും, ഒരു ക്യാമറ എടുത്ത് വെച്ചിട്ട് എന്നോട് ക്രോസ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ക്രോസ് ചെയ്യാം. ക്യാമറയ്ക്കുള്ളിലാണ് ജീവിച്ചത്. അതുകൊണ്ട് ക്യാമറ കാണുമ്പോൾ ജീവിതത്തിന് ശക്തി ഉണ്ടാവുന്നു, ധീരത ഉണ്ടാവുന്നു. അല്ലാതെ പ്രായോഗിക ജീവിതത്തിൽ അദ്ദേഹത്തിന് ധീരത നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പലരും പറ്റിച്ചിട്ടുണ്ട്. ആനക്കൊമ്പ് വിഷയം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് ആരോ കൊടുത്ത ആനക്കൊമ്പാണ് വീട്ടിൽ വെച്ചു, പുലിവാലായി, കേസായി. അവസാനം ഈ ആനക്കൊമ്പിന്റെ പിതൃത്വം കണ്ടെത്താൻ കഴിയാതായി. ആനക്കൊമ്പ് വിഷയത്തിൽ അദ്ദേഹത്തെ രക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇടനില നിന്ന് അദ്ദേഹത്തെ 5 കോടി രൂപ പറ്റിച്ചു കൊണ്ടുപോയി എന്ന്. ഇപ്പോ ഈ പറഞ്ഞ ഒരു പോയിന്റ് സത്യം പറഞ്ഞ ബോധമുള്ള ഒരു വക്കീലിന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഇത് എവിടെ കൊണ്ട് എത്തിക്കാൻ പറ്റുന്ന സംഗതിയായി ഈ വായ്ത്താളം അടിക്കുന്ന വല്ല രൂപമുണ്ടോ നിങ്ങൾക്ക്? ഒന്നാമത് ബ്രൈബറി, 5 കോടിയോ 10 കോടി കൊടുത്തിരിക്കുകയാണ് ആ പ്രശ്നത്തിൽ നിന്ന് തലയൂരി വരാൻ. 2, ആനക്കൊമ്പ് അയാൾ വാങ്ങിയിട്ടുണ്ട്, അത് വീട്ടിൽ വെച്ചിട്ടുണ്ട്, സമ്മതിക്കുകയാണ്. പിന്നെ ഈ ആനക്കൊമ്പ് വാങ്ങിച്ച് വെച്ചുകൂടാ എന്നുള്ള ബോധമില്ലാത്ത ഒരു വ്യക്തിയാണ് മോഹൻലാൽ എന്നും പറയുകയാണ്. ആകെ മൊത്തത്തിൽ മലനാടൻ 8 നിലയിൽ എടുത്തു വെച്ച് ഊക്കി തള്ളിയിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒരുപാട് പേർ പറ്റിക്കുകയും ചെയ്യണം. മോഹൻലാൽ പക്ഷേ ആരോടും പറയാറില്ല. കാരണം ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഒന്നിനെ കുറിച്ചും പരാതിയില്ലാത്ത, ആരോടും വിദ്വേഷമില്ലാത്ത, എല്ലാം ശാന്തമായി കാണുന്ന, ജീവിതം തന്നെ ശാന്തമായി കാണുന്ന ഒരു സ്വാത്വികനായ സന്യാസിയാണ് പട്ടാളക്കാരനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒന്നും പറയാനില്ല. തുല്യനായ മനുഷ്യനാണ് മോഹൻലാൽ. ഒരുപാട് ജീവിത കഥകൾ അദ്ദേഹത്തെ കുറിച്ചു. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു പച്ച മനുഷ്യനായ മോഹൻലാൽ. പച്ച മനുഷ്യന്റെ പച്ച യാഥാർത്ഥ്യം വേറൊരാൾ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടാലോ? പച്ച മനുഷ്യന്റെ പച്ച യാഥാർത്ഥ്യം നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് എന്തെങ്കിലും ആയ മോഹൻലാല് നമ്മളെ കുടുംബം നോക്കും. അതെ, മോഹൻലാല് നമ്മളെ കുടുംബം നോക്കും. മോഹൻലാല് അതിനുശേഷം മോഹൻലാൽ ആരും വന്നില്ല. വില്ലേട്ടൻ വയ്യാതെ ആയപ്പോന്ന് ഈ മോഹൻലാലോ ആരും വന്നില്ല. ഇത്രയും ലാല് 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 എന്ന് പറഞ്ഞ് നടന്ന ഒരു മനുഷ്യനെ ഈ ലാല് എന്ന് പറഞ്ഞ വ്യക്തി വന്ന് കണ്ടില്ലല്ലോ. അവര് അതെന്നെ പറയാൻ വരിക. ഞാൻ
അപ്പൊ ഇതെല്ലാം ഇതിനിടയ്ക്ക് മമ്മൂക്ക വീട്ടിലേക്ക് വരും. മമ്മൂക്ക വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞാൽ താഴെ നിൽക്കും, വീട്ടിന്റെ താഴെ നിൽക്കും. താഴെ നിന്നിട്ട് മുകളിലായിരുന്നു വീട്, താഴെ നിൽക്കും. വീട്ടിലെ വല്ല കട്ട്ലറ്റ് വല്ലതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വലിയേട്ടൻ പെട്ടെന്ന് ബോക്സ് എടുക്കും, എടുത്തിട്ട് കൊണ്ടുപോകും. പക്ഷെ മമ്മൂക്കിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. കാരണം മമ്മൂക്ക വന്നിട്ട് കൂടുതൽ അങ്ങോട്ടുമില്ല, കൂടുതൽ അങ്ങോട്ടുമില്ല, കൂടുതൽ ഇങ്ങോട്ടുമില്ല, നില്ലായിട്ട് നിൽക്കുന്നുണ്ട്. ഒരിടത്തും ചിക്കിലി കൊടുത്ത് ഒരു രീതിയിലുള്ള പ്രതാപവും വാങ്ങിച്ചെടുക്കേണ്ട ഗതികേട് മമ്മൂട്ടി എന്ന നടന് വേണ്ടി വന്നിട്ടില്ല എന്ന് ചുരുക്കം. മോഹൻലാൽ ഫേമസ് ആയിട്ടുണ്ടാകാം, മോഹൻലാൽ മമ്മൂട്ടിക്കൊപ്പം തുല്യതാ പരിഗണനയിലേക്ക് വന്നിട്ടുമുണ്ടാകാം. ആദ്യം വില്ലൻ കഥാപാത്രത്തിൽ വരുന്നു, ക്രമേണ ഹീറോയിലേക്ക് വരുന്നു. ശരി, അതൊക്കെ സമ്മതിച്ചു. TP ബാലഗോപാലൻ MA അങ്ങനെയൊക്കെ തുടങ്ങിയ കുറേ ഉണ്ടല്ലോ, സിനിമയുടെ പേര് കറക്റ്റാന്ന് അറിയത്തില്ല, അതുപോലുള്ള സാധാരണയിൽ സാധാരണക്കാരുടെയൊക്കെ ഈ ജീവിത കഥകൾ അവതരിപ്പിച്ച് സാധാരണക്കാരുടെ മനസ്സിലേക്ക് ഇറങ്ങിയ ആള് പിന്നെ കാണുന്ന മുഴുക്ക തമ്പുരാൻ സ്റ്റൈലാണ്. ആറാൻ തമ്പുരാൻ, ആളക്കൊല്ലി, മറ്റത് മറിച്ചത്, കുറച്ച് ഉന്നത കുലജാത പരിവേഷ വട്ടങ്ങൾ കൊണ്ടുള്ളത്, സ്ത്രീ വിരുദ്ധമായ കമന്റുകൾ, സ്ത്രീകളെ സംരക്ഷിക്കുക എന്നതിലുപരി സ്ത്രീകളെ ഒരുമാതിരി അവഹേളിക്കുക എന്ന ഒരു ടേമിൽ വരിക. അതായത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ക്യാരക്ടറുകൾ, അതായത് അമാനുഷികമായ ക്യാരക്ടറുകൾ അങ്ങോട്ട് പറയുക. ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. നമ്മൾക്ക് പറ്റാത്തത് മറ്റൊരാൾ ചെയ്യുമ്പോൾ അയാളോട് തോന്നുന്ന ഒരു താരാരാധന, ആ ആരാധന മാത്രമാണ് മോഹൻലാലിനൊപ്പമുള്ളത്. ഒരു പേഴ്സണാലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ബിഗ് ബോസ് വാച്ച് ചെയ്താൽ മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, സക്സസ്ഫുൾ മാനായിട്ട് അപ്പുറത്ത് നിൽക്കുന്ന മമ്മൂട്ടിയെ കമ്പാരിസൺ ചെയ്തത് കൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. സത്യത്തിൽ മലനാടൻ ഊക്കി വിട്ടതാണ്. അതിൽ മുഴുക്ക ഈ മോഹൻലാൽ എന്ന വ്യക്തി ഒന്നിനും കൊള്ളാത്തവനെന്നാണ് പറയുന്നത്. പക്ഷേ ഈ താരത്തിനെ അങ്ങ് തലയിൽ കയറ്റി വെച്ചിരിക്കുന്നു മന്ദബുദ്ധികൾക്ക് മനസ്സിലാകുന്നില്ല അയാൾ ഊക്കിത്തള്ളുകയാണെന്ന്. ഇവന്മാരെല്ലാം കമന്ന് വീണ് കമന്റ് എഴുതി അങ്ങ് തട്ടുകയാണ്. അയ്യോ മോഹൻലാലിനെ പറ്റി പറഞ്ഞു, ധൈര്യസമേതം പറഞ്ഞു മമ്മൂട്ടിയേക്കാൾ മികച്ചതെന്ന് പറഞ്ഞു. മമ്മൂട്ടിയേക്കാൾ എന്തർത്ഥത്തിലാണ് മികച്ചത്? മമ്മൂട്ടിയുടെ 2 മക്കൾ എവിടെയുണ്ട്? 2 കുട്ടികൾക്ക് എന്താണ് അവരുടെ സക്സസ് എന്താണെന്നൊന്ന് പറഞ്ഞേ. മൂത്ത മകളുടെ കാര്യം പറയൂ, ഇളയ മകൻ്റെ കാര്യം പറയൂ. അവർ എല്ലാം സക്സസ്ഫുള്ളായിട്ട് ഇൻഡസ്ട്രിയിൽ തന്നെയുണ്ട്, ബിസിനസ്സിലുണ്ട്, നന്നായി പോകുന്നു. ഇദ്ദേഹത്തിൻ്റെ 2 മക്കളുടെ കഥയൊന്ന് പറഞ്ഞേ കേൾക്കട്ടെ. ഒരച്ഛൻ എന്ന നിലയിൽ പുള്ളിയുടെ ഒരിത് പറഞ്ഞു എന്നാണ്. പണ്ട് ദേവൻ ഉൾപ്പെടെയുള്ള ഒരുപാട് സിനിമാ നടന്മാരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്ന്. ഇന്നിപ്പോൾ മറ്റൊരു കുട്ടിക്ക് വീട്ടിൽ കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അവിടെ കിടന്ന് വായ്ത്താളം അടിക്കുന്ന ഈ മോഹൻലാലിനെ വിശ്വസിച്ചുകൊണ്ട് വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ നടന്മാരും എക്സിസ്റ്റ് ചെയ്യുന്നൊരു ഇതാണിത്. അത് മാത്രവുമല്ല, ഇയാൾ പ്രസിഡന്റ് ആയിരുന്ന അമ്മ സംഘടനയ്ക്കെതിരെയും അതിനകത്ത് പ്രവർത്തിച്ച ആളുകൾക്കെതിരെയുമാണ് ഇത്രയും വലിയൊരു അലിഗേഷൻ ഉണ്ടായിട്ട് 5 വർഷം വരെ അത് പിടിച്ചു വെച്ച് പുറത്തേക്ക് പോകാതെ ആ നാണക്കേട് കൊണ്ട് അത് ഒളിച്ചു വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ആരാണ്? ആ പൊസിഷനിൽ മമ്മൂട്ടിയാണ് ഇരുന്നെങ്കിൽ പാലും വെള്ളത്തിൽ കിട്ടിയതിനെ പറ്റാൾക്ക് എല്ലാത്തിനും തൂത്തു ഉറക്കിയിട്ടെങ്കിൽ പണിഷ് ചെയ്തേനെ. ആഗ്രഹങ്ങളില്ലാത്ത, അതായത് യാതൊരു രീതിയിലുള്ള ഈ ഹൈറാർക്കി മെന്റാലിറ്റിയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു പൊസിഷൻ വേണമെന്നോ ആഗ്രഹിക്കാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് മമ്മൂട്ടി തന്നെയാണ്. എത്രയോ നടന്മാർ പറഞ്ഞു. തെസ്നി ഖാൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ തന്നെ എന്നോട് പറയും ഇങ്ങനെയൊന്നും നടന്നാൽ പറ്റില്ല, വീട് വെക്കണം, സൂക്ഷിക്കണം, പണം സൂക്ഷിച്ച് ചെലവാക്കണം എന്ന് പറഞ്ഞത് മമ്മൂട്ടി തന്നെയാണ്. ഇനി ഈ സ്ത്രീയുടെ മകളുടെ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച അവരുടെ ഭർത്താവ് ആണ് മോഹൻലാലിന് കൂടുതൽ സിനിമകൾ കൊടുത്ത ഒരാൾ, സംവിധായകന്റെ ഭാര്യയാണ്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ഞാൻ മൂലം, എൻ്റെ ഭർത്താവ് മൂലം ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് ഞങ്ങൾ ഇത്രയും അവസ്ഥപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ് മോഹൻലാൽ. മോഹൻലാലിന് ചെവിയില്ലേ? ഒരു 100 വീഡിയോ നെറ്റിൽ തന്നെ കിടപ്പുണ്ട്. ഇത്രയും കോടി സമ്പാദിക്കുന്ന ആൾക്ക് 1 കോടി അങ്ങ് കൊണ്ട് കൊടുത്തുകൂടെ? ഒരു സിനിമയിൽ 25 കോടി കിട്ടുന്ന ഈ വ്യക്തിക്ക് താൻ ഈ ഒരു സിനിമാ ഫീൽഡിലേക്ക് വരാൻ കാരണക്കാരനായ ഒരു സംവിധായകന്റെ ഭാര്യ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ 1 കോടി രൂപ നിസ്സാരം കൊണ്ടുപോയി അവർക്ക് കൊടുത്ത് ഒന്ന് സഹായിച്ചുകൂടെ? ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇതിലൊന്നിനുമൊന്നല്ല, ഞാൻ ഒരു കേണലല്ല, ലെഫ്റ്റനന്റ് കേണലല്ല, വേറെ യാതൊരു വാഴത്തോരനും ഒരു ഇതും കൊടുക്കാതെ തന്നെ മമ്മൂട്ടി എല്ലാ വർഷവും ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുക്കാറുണ്ട്. അത് അദ്ദേഹത്തിന്റെ മതം അനുസരിച്ച് കൊടുക്കുന്ന ഒരു സാധനമാണ്. 2% ഉണ്ടാക്കുന്നത് 2% കൊടുത്തേ പറ്റുള്ളൂ. പുള്ളിക്കാരൻ അത് കൊടുക്കുന്നത് പാവങ്ങളുടെ അവകാശമാണ്. അത് അദ്ദേഹം ആ മതവിശ്വാസി ആയതുകൊണ്ട് തന്നെയാണ് അത് കൃത്യമായി എത്തേണ്ടടുത്ത് എത്തുന്നുണ്ട്.
ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി സരിത ലെവലിലുള്ള ആളുകൾക്ക് ചികിത്സാ ചെലവിന് കൊല്ല കൊടുക്കുന്നത് അദ്ദേഹം. ആപ്റ്റായ അർഹരായ മനുഷ്യരെ നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കി കൈകളിലേക്ക് എത്തിക്കുകയാണ് മമ്മൂക്ക ചെയ്യുന്നത്. നിങ്ങൾ ആരോടെയാണ് കമ്പാരിസൺ നടത്തുന്നത്? ഇതില് വലിയവൻ ആര് ചെറിയവൻ ആര് എന്ന് ചോദിച്ചാൽ അത് മോഹൻലാലിനോട് ചോദിച്ചാൽ മോഹൻലാൽ പറയും ഞാനാണ് വലിയവൻ, മമ്മൂട്ടി താഴെയാണെന്ന്. മമ്മൂട്ടിയോട് ചോദിച്ചാൽ ആരും വലിയവനല്ല, പടച്ചവൻ വലിയവൻ എന്ന് പറയും. നിന്റെ ഉള്ളിൽ ആ വൃത്തികേടുള്ളത് കൊണ്ടാണ് നീ ഇതിനകത്ത് മതത്തിനെ കുത്തിച്ചേർത്തത്. ഏത് മലനാടന്റെ കാര്യമാണ് പറഞ്ഞേ. മലനാടൻ പറയുന്നു നായരായ മോഹൻലാൽ എന്നും മുസ്ലിമായ മമ്മൂട്ടി എന്നും പറയുന്നത്. ഇവിടെ അങ്ങനെ ഒരു മുസ്ലിമിന് വ്യത്യസ്തതയോ ഇടിച്ചു താഴ്ക്കലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമോ ഒന്നും ഉണ്ടെങ്കിൽ പ്രേം നസീറിന് ഇവിടെ അക്സെപ്റ്റൻസ് കിട്ടത്തില്ല. ആ കലാകാരന്റെ മകൻ ഇവിടെ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? കലാകാരന്റെ മകൻ ആയിട്ട് കാര്യമില്ല, കല എന്തെന്ന് അറിഞ്ഞിരിക്കണം. അതറിയാത്തത് കൊണ്ട് ആ മകനെ നീക്കി നിർത്തി. പറയാനാണെങ്കിൽ എമ്പാട് പറയാനുണ്ടാവും. ഒരു മണ്ടൻ ഇരുന്നു കൊണ്ട് മണ്ടത്തരം വിളിച്ചു പറയുമ്പോൾ അതിന് ഒത്താശ പിടിച്ചുകൊണ്ട് അതിൻ്റെ താഴെ കമൻ്റ് ഇട്ട അത്രയും മന്ദബുദ്ധികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കൂ. അത് നയനാർ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങളോട് പറയാൻ ഇതേ ഉള്ളൂ, ഗുഡ് നൈറ്റ്. അതിനപ്പുറം ഒന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് വ്യക്തമായി പറയും. ഒരാളുടെ ഫണ്ട്, അതായത് ഇപ്പം 25 കോടി മോഹൻലാൽ വാങ്ങിക്കുന്നു, 15 കോടി മമ്മൂട്ടി വാങ്ങിക്കുന്നു, അതുകൊണ്ട് മമ്മൂട്ടി താഴ്ന്നു, മോഹൻലാൽ ഉയർന്നു നിൽക്കുന്നെങ്കിൽ റെഡ് സ്ട്രീറ്റിലെ പെണ്ണുങ്ങൾ വാങ്ങിക്കുന്നു ശമ്പളം, ഓരോ ദിവസത്തിന് കൂലിയായിരിക്കും, ഒരാൾ വരുമ്പോൾ ആളിനൊന്നിന് കൂലിയായിരിക്കും. അതേസമയം മറുനാടൻ്റെ ഭാര്യ വീട്ടിൽ പ്രത്യേകിച്ച് കൂലിയൊന്നും വാങ്ങിക്കാതെ ചോറും കറിയും വെച്ച് കൊടുക്കുന്നുണ്ട്. കൂലി വാങ്ങിക്കുന്ന ആ പെണ്ണുങ്ങൾക്കാണോ മറുനാടൻ വാല്യൂ കൊടുക്കുന്നത്, അതോ വീട്ടിലുള്ള സ്വന്തം പെണ്ണുമ്പിളയ്ക്കാണോ? പണത്തിൻ്റെ പുറത്ത് വാല്യൂ കൊടുക്കുന്നതിനെ നല്ല ചെരുപ്പൂരി അടിക്കുകയാണ് വേണ്ടത്. അതിനൊക്കെ ചെരുപ്പൂരി അടിയുടെ കുറവാണ്ട. ഇവൻ വായ്ത്താളം അടിക്കുന്നത് കാണാനും മാത്രം ജനങ്ങൾ പോയി ഇരുന്ന് കൊടുക്കുന്നു എന്നുള്ളതാണ് സങ്കടം. സത്യം പറയാലോ, നിങ്ങൾ വീണ്ടും ആ ചാനൽ ഒന്നും കൂടെ പോയി കാണാം. അവന് വ്യൂ കിട്ടിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്, നല്ല മുട്ടൻ ഊക്കാണ് മോഹൻലാലിന് ഇയാൾ കൊടുക്കുന്നത്. മോഹൻലാൽ ഒരു വ്യക്തി എന്ന നിലയിൽ പരാജയം, ഒരു സിനിമാ നടൻ എന്ന നിലയിൽ പരാജയം, ഒരു ബിസിനസ്മാൻ എന്ന നിലയിൽ പരാജയം, ഒരു കേണൽ എന്ന നിലയിൽ പരാജയം, ഇത്രയധികം കേസുകളുള്ള ബ്രൈബറിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു കേണൽ പദവിയിലിരിക്കുന്ന വ്യക്തിയെയാണ് അവൻ തുറന്നു കാണിക്കുന്നത്. അതായത് ഈ നമ്മൾ പറയുന്നത് കണക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കുന്ന അല്ലെങ്കിൽ തന്നെ ഈ പോലീസ് മേധാവിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള പട്ടാളക്കാരനൊക്കെ ഇരിക്കുന്ന ഒരാൾ നിയമം പൊതുവായുള്ള ഒരു നിയമം അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ ഈ ബ്രൈബറി, ഈ ബക്ഷിഷ്, എന്താ പറയുക, കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണ്. എന്നിട്ട് ഈ പ്രശ്നം ക്ലോസ് ചെയ്യാൻ വേണ്ടി 10 കോടി രൂപ കൊടുത്തു എന്ന് ആധികാരികമായി തള്ളുകയാണ് ഈ വാഴ. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ തെളിവ് ഇവൻ്റെ കയ്യിലുണ്ടെങ്കിൽ മോഹൻലാൽ തൂങ്ങും. അയാളെ കയ്യിലുള്ള ആ പട്ടാള സാധനം ഉണ്ടല്ലോ അത് വാങ്ങിച്ചുകൊണ്ടങ്ങ് പോകും. കേണൽ പദവി വാങ്ങിക്കൊണ്ട് പോകുന്ന എല്ലാ ടേമും ഉണ്ടെന്നാണ് അർത്ഥം. കുട്ടികൾക്കിടയിൽ അയാൾക്ക് അക്സെപ്റ്റൻസ് ഉണ്ടെന്നും അയാളുടെ സിനിമ അമാനുഷികമായ ക്യാരക്ടർ വെച്ചിട്ട് ഹിറ്റാവുന്നുണ്ടെന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് കൂടുതൽ കുട്ടികൾ പട്ടാളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അയാൾക്ക് കേണൽ പദവി കൊടുത്തത്. അയാളുടെ എലിജിബിലിറ്റി അതായിരുന്നു. അയാൾ ഇൻഫ്ലുവൻസർ ആണ് എന്നുള്ളതാണ്. മമ്മൂട്ടിക്ക് അത് വെച്ചപ്പോൾ മമ്മൂട്ടി അത് നിഷേധിച്ചതിൻ്റെ റീസൺ മമ്മൂട്ടിക്ക് അങ്ങനെ ആരെയും ചതിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ആ പൊസിഷൻ എത്ര വാല്യൂ ഉള്ളതാണെന്നും അതിന് എത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ടെന്നും അദ്ദേഹത്തിന് അറിയാം. അതങ്ങനെ ഒന്നുമില്ലാത്ത എനിക്ക് കൊണ്ട് തരരുത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ്. അങ്ങനെ ഒരുപാട് വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വീട് അങ്ങനെയുള്ള ഒരു സർക്കുലറിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൽ നല്ലൊരു ശതമാനം അദ്ദേഹം പാവങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മതം നിഷ്കർഷിക്കുന്നതായതുകൊണ്ടുമാണ്. ഇനി രണ്ടാമതൊരു കാര്യം, ഇവിടെയുള്ള ഒരുത്തൻ ആനക്കൊമ്പും വാങ്ങിച്ച് 40,000 പെണ്ണുങ്ങളെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഫംഗ്ഷൻ നടത്തുന്ന കേളൻ അപ്പുറത്തൊരാൾ ഇലക്ട്രോണിക് ഐറ്റമോ വണ്ടിയോ ഒക്കെ വാങ്ങിച്ച് സംതൃപ്തി അടയുന്നു. ഇന്നവരെ ഭാര്യയല്ലാതെ മറ്റൊരു പെണ്ണിനെ പറ്റി പറയാൻ താല്പര്യം പോലും പെടാത്ത ഒരു മഹത്വ വ്യക്തിത്വം. അതിനെ കമ്പാരിസൺ നടത്തുമ്പോൾ ദാദാ സാഹിബ് അവാർഡ് കിട്ടിയ മോഹൻലാലിൻ്റെ ടീം അംഗങ്ങളും മനസ്സിലാക്കണം, ഈ ദാദാ സാഹിബിനെ നമുക്ക് വിഷ്വൽ ട്രീറ്റായിട്ട് തന്ന ഒരു മഹത് വ്യക്തിയാണ് മമ്മൂട്ടി എന്നുള്ളത്. ഇപ്പോഴും ഞാൻ പറയുന്നു, മമ്മൂക്ക ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനല്ല, എനിക്ക് അദ്ദേഹത്തിനോട് യാതൊരു ഫാൻ ഫെയിമും ഇല്ല. പക്ഷേ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയുമായി കമ്പാരിസൺ നടത്തുമ്പോൾ മിനിമം അദ്ദേഹത്തിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണം പറയാൻ എന്നുള്ളതാണ്. വളരെ ചുരുക്കം, അതായത് ശതമാനത്തിൽ 5% പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തുടർന്നും
കേൾക്കാം. എന്തായാലും ആ പമ്പര വിട്ടി പറഞ്ഞത് കേട്ട് കുന്തളിച്ചു കൊണ്ട് നടക്കുന്ന മോഹൻലാൽ ഫാൻസിന് അവൻ വട്ടത്തിലൂക്കിയത് മനസ്സിലായില്ല എന്ന് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്. പിന്നെ തെറിയും വിളിച്ചോണ്ട് ഇങ്ങോട്ടൊക്കെ വന്നാൽ അമാനുഷികത എന്തെന്ന് ഞാൻ കാണിച്ചു തരും. അത്രയേ ഉള്ളൂ. താങ്ക് യു.